ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് 2 കേക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. 1/2 കിലോ വരുന്ന വാനില കേക്കും ഗീ കേക്കുമാണ്. രണ്ടിൻ്റെയും ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് നമുക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്ക് 2 സെറ്റായിട്ട് എടുക്കാം. കാരണം 2 കേക്കിനും സെയിം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം വാനില കേക്കിനായിട്ട് 2 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയും അതുപോലെ തന്നെ 100 ഗ്രാം ബട്ടറും, അൺസോൾട്ടഡ് ബട്ടറാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര. മൂന്ന് പ്രാവശ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ അടിച്ചെടുക്കാം. 15 സെക്കൻഡ് വെച്ചിട്ട് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുത്താൽ മതി. ബീറ്ററുള്ളവർക്ക് ബീറ്റർ യൂസ് ചെയ്യാം. നമുക്ക് ഫ്ലഫി ആയിട്ടുള്ളൊരു വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതും ഇട്ട് നമ്മുടെ അരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ലംസ് ഇല്ലാതെ മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കേക്കിംഗ് ടിന്നിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഗീ കേക്കിനായിട്ട് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട, അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ഇതുപോലെ അടിച്ച് പതപ്പിച്ച് നല്ലൊരു ലൈറ്റ് കളറാക്കി എടുക്കണം. അതിലേക്കും നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ലൈറ്റ് കളറാകുന്നവർ ഇതുപോലെ ഈ കിട്ടുന്ന ഒരു ലെവലിൽ നമുക്ക് അത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചൂടോടെ തന്നെ ഈ ഒരു മിക്സ് നമ്മുടെ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിലേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് രണ്ടും കൂടെ നല്ല രീതിയിൽ ലംസ് ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഓൾറെഡി അരിച്ചു വെച്ചിരുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതുപോലെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ 2 കേക്കും റെഡി.